ഹലോ, ഞാൻ ഷെറി. കഴിഞ്ഞ ദിവസം PSC പരീക്ഷ എഴുതിയൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് PSCയിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിരുന്നില്ല. പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഹാജരാകുന്നതിന് വേണ്ടി അറിയിപ്പ് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് ഹാജരാകാൻ പറ്റിയില്ല. എന്തെങ്കിലും രീതിയിൽ വീണ്ടും ഒരു നോട്ടീസ് ലഭിക്കാനുള്ള സാഹചര്യമുണ്ടോ എന്ന് അന്വേഷിക്കുകയുണ്ടായി. ആ സമയത്താണ് 2018 തന്നെ ഇത് സംബന്ധിച്ചൊരു കേരള ഹൈക്കോടതിയുടെ ഒരു വിധി ഉള്ള കാര്യം ഓർമ്മയിൽ വന്നത്. ആ കാര്യം അയാളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. 2018 കാലയളവിൽ ഇതേ വിഷയം കേരള ഹൈക്കോടതിയുടെ മുന്നിൽ വന്നിരുന്നതാണ്. PSC വഴി ഡ്രൈവർ നിയമനത്തിന് വേണ്ടി അപേക്ഷിച്ച ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം കൽപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ഈ ചെറുപ്പക്കാരൻ ഡ്രൈവർ നിയമനത്തിന് അപേക്ഷിക്കുകയും അതിൻ്റെ പ്രായോഗിക പരിശീലനത്തിനുള്ള കത്ത് കിട്ടേണ്ട സമയത്ത് കത്ത് കിട്ടിയില്ല. അതുകൊണ്ട് അങ്ങനെ പരിശീലനത്തിന് ഹാജരാകാൻ പറ്റിയില്ല, പ്രായോഗിക പരീക്ഷയ്ക്ക് ഹാജരാകാൻ പറ്റിയില്ല, തൊഴിലും കിട്ടിയില്ല. ഇദ്ദേഹം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ PSCയുടെ ഇങ്ങനെ പ്രായോഗിക പരീക്ഷയ്ക്കുള്ള അറിയിപ്പ് ലഭിക്കാത്തത് സംബന്ധിച്ച് PSC കത്ത് മുഖേന അറിയിച്ചില്ല എന്ന കാരണം കാണിച്ച് ഹർജി സമർപ്പിക്കുകയുണ്ടായി. പക്ഷേ ട്രൈബ്യൂണൽ ആ ഹർജി തള്ളി. തള്ളാൻ കാരണം PSC അത് ഇമെയിൽ വഴിയും SMS വഴിയും അറിയിച്ചുവെന്നും അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ ഈ ഉദ്യോഗാർത്ഥി ബാധ്യസ്ഥനാണ് എന്നും പറഞ്ഞാണ് ട്രൈബ്യൂണൽ തള്ളിയത്. ഉദ്യോഗാർത്ഥി അതിനെതിരെ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. കാരണം PSC പരീക്ഷ എഴുതിയ സമയത്ത് അതിൻ്റെ പൊതു നിർദ്ദേശങ്ങളിൽ മൊബൈൽ നമ്പറും ഇമെയിലും കാണിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് അറിയിപ്പുകൾ ഇമെയിൽ വഴിയും മൊബൈൽ SMS വഴിയും ആയിരിക്കും എന്ന് PSC സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് അംഗീകരിച്ച ഉദ്യോഗാർത്ഥി പിന്നീട് SMS വഴി കിട്ടിയ അറിയിപ്പ് നോക്കാതിരുന്നത് കൊണ്ട് സമയത്ത് പ്രായോഗിക പരീക്ഷയ്ക്ക് ഹാജരാകാൻ പറ്റാതിരുന്നതിനാൽ വീണ്ടും ഒരു അവസരം വേണം എന്ന ആവശ്യം കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും നിരാകരിച്ചു. അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഈ ഉദ്യോഗാർത്ഥി പറഞ്ഞത് അദ്ദേഹം നിരക്ഷരനാണ്, അദ്ദേഹം ഒരു കൽപ്പണിക്ക് പോകുന്ന ആളാണ്, എല്ലാ ദിവസവും ഇമെയിൽ നോക്കാനോ അല്ലെങ്കിൽ SMS നോക്കാനോ ഉള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ തന്നെയും ഈ SMS സെർവ് ചെയ്തിട്ടുണ്ട് എന്ന് PSC സ്ഥാപിച്ചതോടുകൂടി ആ ഒരു വാദം അംഗീകരിച്ച് ഹൈക്കോടതി പറഞ്ഞത് അതൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള അറിയിപ്പ് സംവിധാനമാണ്. മാത്രമല്ല ഇത് റേഡിയോയിലൂടെയും പത്രപരസ്യങ്ങളിലൂടെയും എല്ലാം പൊതുവായി അറിയിക്കുകയും ഈ SMS-ഉം ഇമെയിലും വഴി ഉദ്യോഗാർത്ഥികളെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള അറിയിപ്പുകൾ മതി. ആ അറിയിപ്പ് എടുത്തുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ പ്രായോഗിക പരീക്ഷയ്ക്ക് ഹാജരാകാൻ സാഹചര്യം ഉണ്ടാക്കേണ്ടവരാണ് അല്ലെങ്കിൽ ഹാജരാകേണ്ടവരാണ് എന്നാണ് കോടതിയും പറഞ്ഞത്. ഒരു കാര്യം വ്യക്തം, നമ്മൾ പലരും പറയാറുണ്ട് മൊബൈലിൽ വളരെയധികം വാട്സപ്പ് മെസ്സേജുകൾ വരുന്നു, വളരെയധികം SMS-കൾ വരുന്നു, അതുകൊണ്ട് തന്നെ ഞാനിതൊന്നും നോക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട്. ശരിയാണ്, നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ ഒഴിവാക്കാനും മാനസികമായി സ്ട്രെയിൻ ഒഴിവാക്കാനൊക്കെ അത് നല്ലതായിരിക്കാം. പക്ഷേ ചില സമയത്തെങ്കിലും അത്യാവശ്യം SMS-കളെങ്കിലും നോക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ PSC വഴിയൊക്കെ ഉദ്യോഗങ്ങൾക്ക് അപേക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതുപോലുള്ള സാഹചര്യങ്ങൾ നേരിടേണ്ടി വരും. താങ്ക് യു.